നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടോത്രം, ക്ഷുദ്രപ്രയോഗം, ആഭിചാരം ഇതൊക്കെ ആരെങ്കിലും നിങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചില പരിഹാരങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. യന്ത്രങ്ങൾ, ഏലസ്, മനുഷ്യൻ്റെ അസ്ഥികൾ, കോഴിത്തല ഇവയിലെന്തെങ്കിലും നിങ്ങളുടെ വാസസ്ഥലത്തു നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ചില പരിഹാരങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പുരയിടങ്ങളിൽ നിന്ന് ഇവയിൽ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് താമസിക്കുന്ന പുരയിടത്തിൻ്റെ 4 അതിരുകളിലും 4 ചെറിയ കുഴികൾ എടുക്കുക. അതിൽ ഒരു പിടി കല്ലുപ്പ്, ചെറിയ ഒരു കഷ്ണം മാവിൻ്റെ കമ്പ് അത് കരിക്കട്ടയാക്കിയത്, ചെറിയൊരു കഷ്ണം പ്ലാവിൻ്റെ കമ്പ് അതും കത്തിച്ച് കരിക്കട്ടയാക്കിയത്, ഒരു ചെറിയ നാരങ്ങ, ഒരു നുള്ളു കർപ്പൂരം പൊടിച്ചത്, 1 ടീസ്പൂൺ എള്ളെണ്ണ, 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ഇവയെല്ലാം ഒന്നിച്ചിട്ട് മൂടുക. 4 മൂലകളിലും ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓംകാരം ഉരുവിട്ടുകൊണ്ട് ചെയ്യുക. വാസ്തുപരമായിട്ടുള്ള രക്ഷ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദേഹരക്ഷ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നന്നായി ഉപ്പും എരിവും ചേർത്ത സംഭാരം അല്ലെങ്കിൽ നന്നായി ഉപ്പിട്ട നാരങ്ങ വെള്ളം വയറ് നിറയെ കുടിക്കുക. 2-3 തവണ ഇതുപോലെ കുടിക്കുക. കൂടാതെ ചെരുപ്പില്ലാതെ മണൽ അല്ലെങ്കിൽ കല്ല് നിറഞ്ഞ പ്രദേശത്തിലൂടെ നടക്കുക. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് കാലിൻ്റെ വെള്ളയിൽ എള്ളെണ്ണ ശക്തിയായി അമർത്തി തേച്ച് പിടിപ്പിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വയറിലും രക്തത്തിലും ബാധിച്ചിരിക്കുന്ന വിഷം പൂർണ്ണമായും അകന്നു പോകുന്നതായിരിക്കും. പുരയിടങ്ങളിൽ നിന്ന് തകിട് കിട്ടുകയാണെങ്കിൽ നല്ല ശക്തിയായ ഒഴുക്കുള്ള വെള്ളത്തിൽ അത് ഒഴുക്കി കളയുക. ഒരിക്കലും അത് തുറന്നു നോക്കുവാൻ പാടുള്ളതല്ല. അതിനുശേഷം തിരികെ വന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് കല്ലുപ്പിൽ ഒഴിച്ച ശേഷം ആ ഉപ്പ് കൊണ്ട് ശരീരം മുഴുവൻ ഉരസുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഞാൻ പറയുന്നത് ക്ഷുദ്രമന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്ഥാപിക്കുന്ന യന്ത്രങ്ങൾ, മനുഷ്യൻ്റെ അസ്ഥികൾ, കോഴിത്തല ഇതുപോലുള്ള വസ്തുക്കൾ നിങ്ങളുടെ പുരയിടങ്ങളിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ, ഭസ്മമാണെങ്കിൽ ഇത് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നതല്ല. അത് മണ്ണിൽ ലയിച്ചു പോയിട്ടുള്ളവയായിരിക്കും. വലിയ വലിയ ദുരന്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങളെ പറ്റിയാണ് ഇനി പറയുവാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് കടുക്. ആ കടുക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കടുകല്ല, വെൺകടുക് എന്ന് പറയും. വെളുത്ത നിറത്തിലുള്ള കടുകാണ്. വെളുത്തുള്ളിയുടെ തൊലി, 1-2 കുടം വെളുത്തുള്ളിയുടെ തൊലി, 1 സ്പൂൺ നല്ലെണ്ണ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മയിൽപീലിയുടെ തണ്ട്. പീലി കളഞ്ഞിട്ട് തണ്ടെടുക്കുക. അയൽപീലിയുടെ ആ അറ്റത്ത്, പീലി ഇല്ലാത്ത ആ അറ്റത്തുള്ള തണ്ടും എടുക്കാം. ഇത് വീട്ടിലുള്ള ഓരോരുത്തരുടെയും ശരീരത്തിൽ 1 തവണ ഒഴിഞ്ഞ് എവിടെയാണോ ക്ഷുദ്രമുള്ളത് അവിടെ തീ കൂട്ടണം. ഒരു കുഴി എടുക്കുക. തീ കൂട്ടാൻ വേണ്ടി ഒരു കുഴി എടുക്കുക. ചവർ അവിടെ കത്തുക. ശരിക്കും കത്തി വരുമ്പോൾ ഇത്രയും സാധനങ്ങൾ അതിനകത്ത് ഇടുക. ഇങ്ങനെ ആഴ്ചയിൽ 1 തവണ 7 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾ തിങ്കളാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇതേ സമയത്ത് അഥർവവേദ കർമ്മങ്ങൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 7 കുരുമുളക്, 7 ഉണക്കമുളക്, 7 പച്ചമുളക്, 1 നാരങ്ങ ഇത്രയും എടുത്ത ശേഷം നാരങ്ങ മുറിച്ച് 2ആയിട്ട് അവിടെ വെക്കുക. 1 നാരങ്ങ ഒഴിഞ്ഞ് പുറത്തേക്ക് കളയുക. ഇത് തുടർച്ചയായി 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ മാറ്റമുണ്ടാകുന്നതാണ്. മഹാ ആഭിചാര ക്രിയകളാണ് നിങ്ങളിൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കൈവെട്ടക ഗുരുതി വഴിപാട് അല്ലെങ്കിൽ സാധാരണ ഗുരുതി വഴിപാട് നമ്മളെ ഒഴിഞ്ഞ കരിക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുക. ശത്രു സംഹാര പുഷ്പാഞ്ജലിയും ചെയ്യിപ്പിക്കണം. ഈ പുഷ്പാഞ്ജലി ചെയ്ത പ്രസാദം ഏത് ഭാഗത്താണോ ക്ഷുദ്രം ചെയ്തത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ ക്ഷുദ്രമുള്ളത് ആ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കണം. ഇത് അടുപ്പിച്ച് 7 ദിവസമോ 7 ആഴ്ചയോ തുടർച്ചയായി ചെയ്യുക. ക്ഷുദ്രത്തിൻ്റെ ശക്തി ഉറപ്പായും ക്ഷയിക്കുന്നതായിരിക്കും. ഇതുപോലെ കുമ്പളങ്ങ കൊടുത്തും ഗുരുതി വഴിപാട് ചെയ്യിപ്പിക്കാവുന്നതാണ്. മഹാ ആഭിചാര ദോഷം മാറിക്കിട്ടും.
ഇത്രയും ഞാൻ പറഞ്ഞത് ചെറുതിൽ നിന്ന് വലുത് വരെയുള്ള ദോഷങ്ങളുടെ പരിഹാരങ്ങളാണ്. ചില വ്യക്തികൾ മറ്റുള്ള മനുഷ്യരുടെ ഉയർച്ചയിൽ അസൂയ തോന്നിയിട്ട് അവരുടെ കുലം കംപ്ലീറ്റ് ആയിട്ട് മുടിയുവാൻ വേണ്ടി ചില ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യും. ഇത് മഹാദോഷമുള്ള ക്ഷുദ്രകർമ്മങ്ങളാണ്. ഈ ദോഷങ്ങൾ മാറുവാൻ വേണ്ടി ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. ഇത് വളരെ ശ്രദ്ധയോടു കൂടി മാത്രം ചെയ്യുക. അത്തരത്തിലുള്ള ദോഷം മാറുവാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ എന്താണെന്ന് പറയാം. പന്നിയുടെ മാംസം വാങ്ങിക്കുക. അത് കഴുകിയ ശേഷം അതിൽ നിന്നും വന്ന രക്തം മാറ്റിവെക്കുക. എന്നിട്ട് ആ മാംസം വേവിക്കുക. വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചെടുത്ത് മാറ്റിവെക്കുക. നേരത്തെ കഴുകിയെടുത്ത അതിൻ്റെ രക്തവും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം ഈ വെള്ളം വീട് മൊത്തവും തളിക്കുക. ഇത് ചെയ്തതിൻ്റെ 2-ാമത്തെ ദിവസം ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ പോവുക. എന്നിട്ട് അവിടുന്ന് പുണ്യാഹവും പഞ്ചഗവ്യവും വാങ്ങിക്കുക. ഇത് കൊണ്ടുവന്ന് വീട്ടിൽ മുഴുവനായും തളിക്കുക. 3-ാമത്തെ ദിവസം പോയി ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി ചെയ്യുക. ആ ഗുരുതി ചെയ്ത വെള്ളവും കൊണ്ടുവന്ന് വീട്ടിൽ മൊത്തമായും തളിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളുടെ ശക്തി ശമിച്ചു വരുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളുമുണ്ട്. ആ മന്ത്രങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കാത്തവർക്ക് മന്ത്രങ്ങൾ ചൊല്ലാതെ തന്നെ ഈ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. മന്ത്രങ്ങൾ ചൊല്ലി ഈ പരിഹാരങ്ങൾ ചെയ്താൽ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് വളരെ ശക്തി കൂടുന്നതാണ്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ചെയ്തു തുടങ്ങുമ്പോൾ ഇടയ്ക്ക് മുടങ്ങിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുകയില്ലെങ്കിൽ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു വിദഗ്ധനെ പോയി കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാനാവുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും മെസ്സേജ് മാത്രം അയയ്ക്കുക. ആരും ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക. എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.